ചോദ്യം: ബാങ്കിന്റെ പദങ്ങളെ നീട്ടുന്നതിലുള്ള പരിധി എത്ര? ഉത്തരം: അറബ് ഭാഷയുടെ നിയമപ്രകാരം നീട്ടുക എന്നതാണ് പരിധി. നിയമവിരുദ്ധമായി നീട്ടരുത്. നീട്ടിയാൽ അർത്ഥവ്യത്യാസം വരുത്തുകയോ അപകടകരമായ ആശയങ്ങൾ വരുത്തുകയോ ചെയ്താൽ അത് ഹറാമാകും. അർത്ഥവ്യത്യാസം വന്നില്ലെങ്കിൽ നിയമവിരുദ്ധമായി നീട്ടൽ കറാഹത്താണ്. ചോദ്യം: ബാങ്ക് വിളിയെന്നോ വാങ്ക് വിളിയെന്നോ പറയേണ്ടത്? ഉത്തരം: രണ്ട് പ്രയോഗവും ശരിയാണ്. ചോദ്യം: സുബ്ഹയുടെ ബാങ്ക് സമയത്തിന് മുമ്പ് വിളിക്കാമെന്ന് പറഞ്ഞല്ലോ. സമയത്തിന് മുമ്പ് എന്നതിൻ്റെ ഉദ്ദേശമേത്? ഉത്തരം: സുബ്ഹയുടെ ബാങ്ക് രാത്രി പകുതിയായതു മുതൽ അനുവദനീയമാണ്. ചോദ്യം: ബാങ്ക്, ഇഖാമത്ത് എന്നിവയ്ക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കുടുംബത്തിൻ്റെയും മേൽ സ്വലാത്ത് സുന്നത്തുണ്ടോ? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് സുന്നത്തുണ്ടെന്ന് ഫുഖഹാക്കളിൽ ചിലർ പ്രസ്താവിച്ചിട്ടുണ്ട്. നബി കുടുംബത്തിൻ്റെ മേൽ സ്വലാത്ത് സുന്നത്തില്ല. ചോദ്യം: ബാങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് ശേഷം ചിലർ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പതുക്കെ പറയുന്നത് കേൾക്കാം. അങ്ങനെ സുന്നത്തുണ്ടോ? ഉത്തരം: ഇല്ല, സുന്നത്തില്ല. ചോദ്യം: ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലൽ ആർക്കെല്ലാമാണ് സുന്നത്തുള്ളത്? ഉത്തരം: ബാങ്കും ഇഖാമത്തും നിർവഹിച്ചവർക്കും അത് കേട്ടവർക്കും. ചോദ്യം: സ്വലാത്തും സലാമും ചൊല്ലിയ ശേഷമാണോ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി എന്ന പ്രാർത്ഥന നിർവഹിക്കേണ്ടത്? ഉത്തരം: അതെ. ഈ പ്രാർത്ഥനയും ബാങ്കും ഇഖാമത്തും നിർവഹിച്ചവർക്കും കേട്ടവർക്കും സുന്നത്തുണ്ട്. ചോദ്യം: ബാങ്കിൻ്റെ ശേഷമുള്ള സ്വലാത്തും സലാമും പ്രസിദ്ധ പ്രാർത്ഥനയും ജുമയുടെ ഇമാമിന് സുന്നത്തില്ലെന്ന് കേൾക്കുന്നു. വസ്തുതയെന്ത്? ഉത്തരം: ജുമയുടെ ഇമാമിന് പ്രസ്തുത കാര്യങ്ങൾ സുന്നത്തില്ല. ഇഖാമത്ത് കഴിഞ്ഞ ഉടനെ നിസ്കാരത്തിൽ പ്രവേശിക്കുകയാണ് വേണ്ടത്. ചോദ്യം: നിസ്കാരം ഖളാ വീട്ടുമ്പോൾ ബാങ്ക് സുന്നത്തുണ്ടോ? ഉത്തരം: അതെ, ബാങ്കും ഇഖാമത്തും സുന്നത്തുണ്ട്. എന്നാൽ ഒന്നിലധികം നിസ്കാരം ഒരുമിച്ച് ഖളാ വീട്ടുമ്പോൾ ഒന്നാമത്തേതിന് ബാങ്കും ഇഖാമത്തും ബാക്കിയുള്ളതിന് ഇഖാമത്ത് മാത്രവും മതിയാകുന്നതാണ്. ചോദ്യം: അദാവും ഖളാവും ഒരുമിച്ച് നിസ്കരിക്കുകയാണെങ്കിലോ? ഉത്തരം: ആദ്യത്തേതിന് ബാങ്കും ഇഖാമത്തും രണ്ടാമത്തേതിന് ഇഖാമത്ത് മാത്രവും മതിയാകുന്നതാണ്. ചോദ്യം: നിസ്കരിച്ചു കൊണ്ടിരിക്കെ സുബ്ഹ് ബാങ്ക് കേൾക്കുകയും അങ്ങനെ ഇജാബത്തായി സദഖത ഒബരിർത്ത എന്ന് പറയുകയും ചെയ്താൽ നിസ്കാരം ബാത്തിലാകുമോ? ഉത്തരം: അതെ, ബാത്തിലാകും. അത് മനുഷ്യരോടുള്ള അഭിസംബോധനമായതുകൊണ്ടാണത്. ഇജാബത്തിൻ്റെ മറ്റു പദങ്ങൾ നിസ്കാരത്തിൽ ചൊല്ലൽ കറാഹത്താണ്. ചോദ്യം: ഉളൂ ചെയ്തുകൊണ്ടിരിക്കെ ബാങ്ക് കേട്ടാൽ ഉളൂ നിർത്തി ബാങ്കിന് ഉത്തരം നൽകണോ? ഉത്തരം: വേണ്ട. ഇജാബത്തിന് വേണ്ടി ഖുർആൻ പാരായണം, ദിക്ർ, പ്രാർത്ഥന എന്നിവ നിർത്തണമെന്ന് ഫുഖഹാ പഠിപ്പിച്ചിട്ടുണ്ട്. ഉളൂ നിർത്തണമെന്ന് പറഞ്ഞു കാണുന്നില്ല. ചോദ്യം: കുളിമുറിയിൽ വെച്ച് ബാങ്കിന് ഇജാബത്ത് നൽകാമോ? ഉത്തരം: അതെ, അവിടെ വെച്ചും സുന്നത്ത് തന്നെ, കറാഹത്തില്ല. കുളിമുറിയിൽ വെച്ച് ഉളൂ ചെയ്യുന്നതിനും വിരോധമില്ല. കുളി റൂമിൻ്റെ മറ്റൊരു ഭാഗത്ത് കക്കൂസാണെങ്കിലും കറാഹത്തില്ല. ചോദ്യം: മലമൂത്ര വിസർജനം നടത്തുന്നവൻ ബാങ്കിന് ഇജാബത്ത് നൽകുന്നതിൻ്റെ വിധി എന്ത്? ഉത്തരം: കറാഹത്ത്. അവയിൽ നിന്ന് വിരമിച്ച ശേഷം ഇജാബത്ത് നൽകൽ സുന്നത്തുണ്ട്. ചോദ്യം: നിസ്കാരത്തിനല്ലാതെ ബാങ്ക് സുന്നത്തുണ്ടോ? ഉണ്ട്. ദുഃഖിതൻ, പിശാച് ബാധയേറ്റവൻ, ദേഷ്യപ്പെട്ടവൻ, ദുസ്വഭാവി എന്നിവരുടെ കാതിലും പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ വലതുകാതിലും ബാങ്ക് കൊടുക്കൽ സുന്നത്തുണ്ട്. തീപിടുത്തം സംഭവിക്കുമ്പോഴും ജിന്ന് മൂട്ടുകാട്ടുമ്പോഴും ഹലാലായ യാത്രക്കാരൻ്റെ പിന്നിലും ബാങ്ക് സുന്നത്തുണ്ട്.